ഫോം എന്നത് ക്രിക്കറ്റിൽ മാത്രമല്ല ഏത് ഗെയിമിലും വളരെ പ്രധാനമാണ്. മുംബൈ ഇന്ത്യൻസ് വളരെ ഫോമിൽ കളിക്കുന്ന ഒരു ടീമാണ്. രാജസ്ഥാൻ റോയൽസ് ആണെങ്കിൽ ഷാർജ വിട്ടതിന് ശേഷം കളി മറന്നതുപോലെയുമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരഫലം 57 റൺസിന് മുംബൈ ജയിച്ചതിൽ ഒരു അത്ഭുതവുമില്ല. കാരണം ജസ്പ്രീത് ബുംറ ലോകത്തിലെ തന്നെ നമ്പർ 1 സീമറാണ്. അദ്ദേഹമുള്ള ഒരു ടീം ട്രെന്റ് ബോൾട്ടിനെ പോലെ അതിവേഗതയിൽ പന്തെറിയുന്ന മറ്റൊരാൾ ഇവരൊക്കെ ഉള്ളപ്പോൾ ശരിക്കും ആദ്യം മുംബൈക്ക് വലിയ ഒരു റൺസ് കൊടുത്തതിന് സ്റ്റീവൻ സ്മിത്ത് എന്ന രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ പ്രതിയാണ്. അവരുടെ ബോളർമാർ ജോഫ്രെ ആർച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ ബോളർമാരും പ്രതികളാണ്. കാരണം തുടക്കത്തിൽ മുംബൈക്ക് വലിയ സ്കോർ കിട്ടിയിരുന്നില്ല. ക്വിന്റൺ ഡീകോക്ക്, രോഹിത് നന്നായി തുടങ്ങി. പക്ഷെ ഇടക്ക് വളരെ പെട്ടെന്ന് അവരുടെ വിക്കറ്റുകൾ പോയി. നിഷാൻ കൃഷ്ണക്ക് വളരെ പെട്ടെന്ന് പോയിരുന്നു. പിന്നീട് ആ പിടിമുറുക്കലിന്റെ ഘട്ടത്തിൽ അയഞ്ഞു. സ്റ്റീവൻ സ്മിത്തിന്റെ ബോളർമാർ എല്ലാവരും, പ്രത്യേകിച്ച് ധാരാളം റൺസ് സൂര്യകുമാർ യാദവിന് കൊടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. 193 എന്നൊക്കെ പറഞ്ഞാൽ വലിയ സ്കോറാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പുറത്ത് പന്തെറിയാനുള്ളത് ഈ ആളുകളൊക്കെയാണ്. അതുകൊണ്ട് രാജസ്ഥാൻ അവരുടെ തുടക്കത്തിൽ തന്നെ സഞ്ജു വളരെ പെട്ടെന്ന് 0 പുറത്താവുന്നു. സ്റ്റീവൻ സ്മിത്ത് 6 റൺസിന് പുറത്താവുന്നു. എല്ലാവരും വളരെ പെട്ടെന്ന്, പുതിയ ഓപ്പണർ വേഗം പുറത്താവുന്നു. പിന്നീട് ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം ജോസ് ബട്ട്ലർ മാത്രമാണ്. അദ്ദേഹം പോയാൽ കളി അവസാനിച്ചു എന്നുള്ള ഉറപ്പുമാണ്. അദ്ദേഹത്തിന് മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല. എല്ലാ പന്തുകളും ആക്രമിക്കുകയായിരുന്നു. എറിയുന്ന ബൗളർമാരും നേരത്തെ പറഞ്ഞതുപോലെ ട്രെന്റ് ബോൾട്ടാണ്, മറ്റൊന്ന് ജസ്പ്രീത് ബുംറയാണ്. ഇവർക്കെതിരെ എല്ലാ പന്തും സിക്സറുകളൊന്നും അടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് രാജസ്ഥാന്റെ തോൽവി വളരെ ദയനീയമായി പോയി. മുംബൈ വലിയ വിജയങ്ങളുമായിട്ട് 6 മത്സരങ്ങളിൽ നിന്ന് 4ാമത് വിജയവുമായിട്ട് 1ാം സ്ഥാനത്ത് വരുമ്പോൾ ഇനി പ്രധാനം സമ്മർദ്ദം മുഴുവൻ രാജസ്ഥാനാണ്. ഇനി ജയിക്കാത്ത പക്ഷം ഇവർ ടീമിൽ നിന്ന് അല്ലെങ്കിൽ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തന്നെ പ്ലേ ഓഫിലേക്ക് വരാതെ തന്നെ പുറത്താവാനുള്ള സാധ്യതയാണ് കൂടുന്നത്.